മഹാ എത്തിയല്ലോ. ഞാൻ എന്നാ പോയി ചായ എടുത്തിട്ട് വരാം. വേണ്ട, എനിക്ക് ചായ ഒന്നും വേണ്ട. വെള്ളമോ? അമ്മ വീട്ടിലല്ലേ? മമ്മി അവിനാശങ്ങളുടെ കൂടെ അച്ഛന്റെ ഓഫീസ് പാർട്ടിക്കായി പോയിരിക്കുകയാണ്. ഓ ഓ അത് ഞാൻ മറന്നതാ. അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. എന്നാ വാ, നമുക്കും പുറത്തുപോയി വല്ലതും കഴിക്കാം. പ്രകാശ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, എന്താ പറ്റി? വൈകുന്നേരം മമ്മിയുടെ ബെഡ്റൂമിൽ നിന്ന് ഏതൊരു പുരുഷൻ ചിരിക്കുന്ന ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ ചെന്ന് മമ്മിയുടെ റൂം തുറന്നപ്പോ അവിടെ മമ്മിയോടൊപ്പം അകത്ത് അവിനാശങ്ങളും ഉണ്ടായിരുന്നു. അതിനെന്താ? നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. എനിക്കത് പറയാൻ പോലും നാണക്കേട് തോന്നുന്നു. ഓ അങ്ങനെ നിനക്ക് പറയാൻ നാണക്കേടുള്ള കാര്യമാണെങ്കിൽ നീ എന്തിനാ എന്നോട് പറയുന്നേ? ഞാൻ പറയുന്നത് വ്യക്തമായി കേക്ക്. അല്ലാതെ എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ നിന്നാലേ നിനക്കത് നന്നാവില്ല. അതിന്റെ ഒരു ആവശ്യം നിനക്ക് ഇല്ലാന്താലും, മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ ആയത്തെ ടെൻഷനുമായിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വീട്ടിൽ വന്നാലും നിന്റെ ടെൻഷനും. പ്രകാശ്, മോളെ. പപ്പ നിങ്ങളോ? അപ്പൊ നിങ്ങൾ പാർട്ടിക്ക് പോയില്ലേ? എന്ത് പാർട്ടി? ഏത് പാർട്ടി? പാർട്ടി ഗംഭീരമായിരുന്നല്ലേ? ഒരു ഉമ്മ തന്നെ. ആരെങ്കിലും കാണാൻ പോവുക. ദിവസങ്ങൾ പോകുന്നതോടെ നിങ്ങളുടെ കുസൃതി കൂടുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് പൊയ്ക്കോ. നിന്റെ അടുത്തൊന്നും പോകാൻ മനസ്സ് വരുന്നില്ല സത്യമായിട്ടും. പോ അവിടുന്ന്. എന്നോട് ഇപ്പോഴും നീ പിണക്കത്തിലാണോ? സോറി പറയാ. അല്ല പ്രകാശ്, ഞാൻ പറയുന്നത് കേൾക്കാതെ തന്നെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടു. ഇപ്പൊ പോലെ നോക്ക്. പറ, നിനക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ മമ്മിയും അവിനാശങ്ങളും പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്റെ പൊന്നെ, പ്ലീസ് അവരുടെ കാര്യം നമുക്ക് ഇപ്പൊ സംസാരിക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം, ശരിക്കും സംസാരിക്കാം. നീയും ഞാനും മാത്രം. പക്ഷെ അവിടെ പുറത്തൊന്ന് പോയി ഒരക്ഷരം മിണ്ടരുത്. എനിക്കൊന്നും കേൾക്കണ്ട. ഇന്നത്തെ രാത്രി എനിക്ക് മനസ്സ് തുറക്കാനുള്ള സമയം. ഈ വെണ്ടയ്ക്ക് എത്ര വില? കിലോ 40 രൂപയാ. 40 രൂപയോ? ഇല്ലില്ല, ഞാനാകെ 30 രൂപ തരൂ. എത്ര രൂപ ലാഭിക്കും കൊച്ചമ്മേ? എന്റെ ശമ്പളവും ലാഭിച്ച് നിങ്ങൾ എടുത്തില്ലേ? നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരാള് കൂടിയത് കൊണ്ട് നിങ്ങളുടെ അമ്മായിയമ്മയോട് ഞാൻ 200 രൂപയെ ചോദിച്ചുള്ളൂ. ഇത്ര നാൾ പ്രകാശിന്റെ കാശ് അധികം ഉണ്ടായിരുന്നു. ശമ്പളം വാങ്ങാത്ത ജോലിക്കാരെ നമുക്ക് കിട്ടിയല്ലോ. എന്ത് ചെയ്യാനാ? വേറെ ഒരു വഴിയുമില്ല. ജോലി ചെയ്തല്ലേ പറ്റൂ. എത്ര വേദനയുണ്ടെങ്കിലും. അമ്മ ആകെ തളർന്നു പോയി. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നോണ്ടാ. മമ്മി, ഞാനിന്ന് മാർക്കറ്റിൽ വെച്ച് നമ്മുടെ വേലക്കാരി ഗീതയെ കണ്ടു. അവളുടെ പേര് പോലെ എന്നോട് നീ പറഞ്ഞു പോയേക്കല്ലോ. അവൾ ഒന്നാം നമ്പർ കളിപ്പേരുകാരിയാ. ഗീത നീയാണോ? മമ്മി, എന്നോട് ഗീത പറഞ്ഞു. ഗീത മമ്മിയോട് 200 രൂപ കൂട്ടി ചോദിച്ചുള്ളൂ എന്ന്. നീ കള്ളമാണ് പറയുന്നത്. എന്നെ കാണുമ്പോൾ ഒരുമാതിരി സംസാരിക്കും, അവളെ കാണുമ്പോൾ വേറൊരു രീതിയിൽ സംസാരിക്കും. അല്ല ഗീത? മമ്മി, ഒരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഗീതയെ ജോലിക്ക് വെക്കാം. കണ്ടോ? നീ കണ്ടോ? മരുമോൾ പറഞ്ഞത് നീ കണ്ടോ? ഒന്നാമത് എന്റെ മകന്റെ ബിസിനസ് ഡള്ളായിട്ടാ പോകുന്നേ, ലാസ് ആയിട്ട് പോകുന്നു. ഈ അവസരത്തിൽ അവള് പറയാ വീട്ടിൽ വേലക്കാരി വേണോ അത്രേ. ചെറിയ ചെറിയ ജോലിയെല്ലാം വീട്ടിലുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ? കാണിച്ചു തരാം ഞാൻ. കള്ളം പറയുന്നോ നീ? വാങ്ങോട്ട്. ഇനി ഈ വീടിന്റെ പടി ചവിട്ടിയല്ലേ പോലീസിനെ വിളിക്കും ഞാൻ, കേട്ടല്ലോ? എന്ത് പറയാനാ റീത്ത? ഈ രൂപൽ വന്നതിന് ശേഷം വീടൊരു ദരിദ്രവാ. ഇവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ മോന്റെ ബിസിനസ് ഡള്ളായി പോയി. ഒന്നാമത് എന്റെ മോന്റെ ബിസിനസ് ശരിയല്ല. അതുമല്ലാതെ ഇവൾക്ക് വേലക്കാരി വേണോന്ന്. 2 പ്രാവശ്യം ചെക്ക് ചെയ്തു. 2 പ്രാവശ്യം പോസിറ്റീവാ വന്നിരിക്കുന്നേ. ഡോക്ടർ ഗായത്രി പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം
അതായത് ഞാനൊരു അമ്മയാവാൻ പോവാണോ? എന്താ ഇത്? പാചകം ചെയ്യാൻ ഇത്രയും നേരം വേണോ? വേഗം ചെയ്. അതെനിക്ക് അത്രയ്ക്ക് അങ്ങ് സുഖമില്ല. കണ്ടോ അമ്മേ, ജോലി ചെയ്യാതിരിക്കാനാ ഛർദില് വരുന്ന പോലെ അഭിനയിക്കുന്ന. അവൾ അഭിനയിക്കുന്നില്ല, അവൾ പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നേ. അങ്ങനെയൊന്നും ഇല്ലമ്മേ, അവള് വെറുതെ അഭിനയിക്കല്ലേ, ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. മമ്മി, എനിക്ക് തോന്നുന്നു നമുക്ക് ചെക്കപ്പിനൊന്ന് ഡോക്ടറെ അടുത്ത് പോകാന്ന്. എന്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഉണ്ട്, അവള് ഗൈനക്കോളജിസ്റ്റ് ആണ്, ഡോക്ടർ ഗായത്രി. എന്ത്? ഈ രാമായണത്തിലെ കഥയിൽ എന്നോട് പറയണ്ട. നീ ആരുടെ അടുത്ത് വേണമെങ്കിലും പൊയ്ക്കോ, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് പോ, മനസ്സിലായോ? വാ റീത്ത, ഡോക്ടറിന്റെ അടുത്ത് പോണോന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടുമല്ലോ. എന്നാലും എങ്ങനെ എന്റെ ശ്രദ്ധ തെറ്റിയത്? അല്ലിപ്പോ എന്താ, വീണ്ടും എനിക്ക് ലോസായി. ഇതാ ചായ കുടിച്ചോ. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, അത് ഞാൻ ഓർമ്മിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നിനക്ക് പറ്റുന്ന പണിയല്ല, ഓഫീസിലെ കാര്യങ്ങളാ. എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ചെന്ന് നിന്റെ പണി നോക്ക്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നാ പെട്ടെന്ന് പറ. എന്തിനാ മുഹൂർത്തത്തിന് വെയിറ്റ് ചെയ്യാ? എന്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഉണ്ട്, ഗായത്രി. അവള് ഡോക്ടറാ, ഗൈനക്കോളജിസ്റ്റ് ആണ്. അതുപോലെ ഇത് നോക്ക്, ഇത് എന്റെ പണിയല്ല, ഇതൊക്കെ സ്ത്രീകളുടെ പണിയാ. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നീ അമ്മേനെ വിളിച്ചോണ്ട് പോ. ഞാനും അത് അമ്മയോട് പറഞ്ഞതാണ്, പക്ഷെ അമ്മ പറഞ്ഞു ഞാൻ നിങ്ങളെ കൂട്ടിട്ട് പോണെന്ന്. ഞാൻ എന്റെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്, നിന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടുവന്ന കാര്യം പറഞ്ഞത്. നിന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോ. ഹലോ, അമ്മേ, ദാ ആ കാറിൽ മമ്മി. എവിടെയാ? മുൻ അസിസ്റ്റന്റ് വിളിക്കുക, എനിക്ക് അവളെ പെട്ടെന്ന് കാണണമല്ലോ. എന്നിട്ട് വേണം എനിക്കൊന്ന് അഭിനന്ദനം അറിയിക്കാൻ. നീ ചെറിയമ്മയാകുമല്ലേ, ഞാൻ മുത്തശ്ശിയും. അമ്മ നോക്ക്, മമ്മിയും അവരുടെ കൂടെ. എന്താ? അതെ മോളെ. എത്ര നേരമായി? പോ, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുത്തോണ്ട് വാ. ദിവസം മുഴുവൻ അമ്മയുടെ കൂടെ കറങ്ങി നടക്കല്ലേ? ഈ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും? എന്റെ അമ്മ പാവം എന്തുമാത്രം പണിയാ ചെയ്യ. മമ്മി, ഞാൻ അമ്മയുടെ കൂടെ ചുറ്റാൻ പോയതൊന്നും അല്ലായിരുന്നു, ഡോക്ടറെ അടുത്ത് പോയതാണ്. ഒരു വലിയ ഗുഡ് ന്യൂസ് ഉണ്ട്. വീട്ടിലൊരു പുതിയ അതിഥി വരാൻ പോവാ. മമ്മി, നിങ്ങളൊരു മുത്തശ്ശിയാവാൻ പോവാണ്. എന്താന്ന് ഗുഡ് ന്യൂസ്? ഒരു കുഞ്ഞു വീട്ടിൽ ജനിച്ചാൽ അതിനുള്ള ചെലവുകൾ എന്തുമാത്രം ഉണ്ടെന്ന് നിനക്കറിയുവോ? ഗുഡ് ന്യൂസ് പോലും. ഗുഡ് ന്യൂസ്! എല്ലാരും കേൾക്കാനാ ഒരു ഗുഡ് ന്യൂസ്. സംഘാനി കമ്പനിയുടെ കോൺട്രാക്ട് എനിക്ക് കിട്ടി. ഓ, വലിയ വിഷയമാണല്ലോ. അപ്പൊ നമുക്ക് ഒരു മധുരം കഴിക്കാം. അതിനല്ലേ സ്വീറ്റ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. സ്വീറ്റ് മേടിച്ചോണ്ട് വന്നാ മാത്രം പോരാ. അതെ, പാർട്ടി അല്ല തരുന്നേ, അതിനേക്കാൾ വലിയ പാർട്ടി പ്രകാശ് തരും. അല്ല പ്രകാശ്? പിന്നെ അല്ലാതെ, ഇത്ര നല്ല ഗുഡ് ന്യൂസ് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. വാ, നമുക്ക് പാർട്ടി ചെയ്യാം. വരൂ. വാ, വാ. അമ്മേ, എന്താ മോനെ നിനക്ക്? എന്ത് വേണം? അമ്മേ, എനിക്ക് എന്റെ ആധാർ കാർഡും പാൻ കാർഡും വേണം. എനിക്ക് 10,000 റുപ്യം തരുമോ? ബാങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അമ്മേ. ഓ ശരി, ഞാൻ എടുത്തോണ്ട് വരാം. പുതിയ അക്കൗണ്ട് തുറക്കുകയാണോ? എന്തിനാ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാ. എന്താ, നീ തരുമോ? അതൊക്കെ ഞാൻ എവിടെ നിന്ന് തരാനാ? എന്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല. അമ്മേ, മറ്റേ പൈസ. അയ്യോ, ഞാൻ മറന്നുപോയി. വാ എന്റെ കൂടെ.
നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിൽ കൈവയ്ക്കാനായിട്ട്? അമ്മേ, ഞാൻ വെറുതെ ഡോക്യുമെന്റ്സ് ഒന്ന് നോക്കിയതാ. ഡോക്യുമെന്റ്സോ? നീ വേറെ ഏതോ നോക്കിയതാ. എന്റെ ബാഗിൽ എന്തെല്ലാം ഉണ്ടെന്ന്. പ്രകാശ്, പ്രകാശ് പറഞ്ഞു കൊടുത്തു നിന്റെ ഭാര്യ അടുത്ത്. അവൾ എന്റെ പേഴ്സണൽ ബാഗ് തുറന്ന് നോക്കുക. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്, മനസ്സിലായോ?